എല്ലാവർക്കും നമസ്കാരം. വണ്ടി ബസ്സാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ നിന്ന് പത്തനംതിട്ട പോണ ഒരു ബസ് ഉണ്ടല്ലോ, ഭയങ്കര വൈറലായിട്ടുള്ളൊരു വണ്ടി, നമ്മുടെ റോബിൻ ട്രാവൽസ്, നമ്മുടെ ഗിരീഷേട്ടൻ്റെ റോബിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടിയുടെ വീഡിയോ കുറേ കഴിഞ്ഞ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിനൊരു അവസരം കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ റോബിനിൽ ഒരു ചെറിയൊരു യാത്രാ വീഡിയോ ചെയ്യാണ്. ലെങ്ത് കൂട്ടുന്നില്ല, ചെറിയൊരു വീഡിയോ ആണ് ഇരിക്കും കേട്ടോ. അപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. അപ്പോൾ ഇതാണ് കോയമ്പത്തൂര്, നമ്മുടെ ഗാന്ധിപുരത്ത് നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. 5 മണിക്കാണ് നമ്മുടെ വണ്ടി ഇവിടുന്ന് പോവുക. ഇതാണ് നമ്മുടെ വണ്ടി, റോബിൻ ട്രാവൽസ്. നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ ഈ വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് TV-യിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതിലെ ക്രൂ മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ചേട്ടൻ്റെ പേരെന്താ? കലേഷ്. എന്താ അതിൽ പോസ്റ്റ്? ഡ്രൈവറാണ്. ചേട്ടൻ്റെ? എൻ്റെ പേര് ജിനു. ഞാൻ ഡ്രൈവർ, പിന്നെ ചെക്കർ ഡ്യൂട്ടി. എവിടെയാ സ്ഥലം നിങ്ങളുടെയൊക്കെ വരണം? എൻ്റെ വീട് ഇരിയാറ്റുപേട്ട പൂഞ്ഞാറെന്ന് പറയും. അറിയാം. ആളുടെ പേര് എന്താ പേര്? വീട് എവിടെ? അപ്പൊ നിങ്ങൾ 3 പേരാണല്ലോ ഇതിലിങ്ങനെ മാറും, റൊട്ടേഷൻ ഉണ്ടാവും? ഒരു 30 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോഴത്തെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്ന് അങ്ങ് ഓടിക്കും. വേറെ പുതിയ ഇതായിട്ട് ഞങ്ങൾക്ക് എന്നാ പറയുന്നത്, ഞങ്ങൾക്ക് അവധി വേണമെങ്കിലും വേറെ ആൾക്കാർ വേണമല്ലോ, അങ്ങനെ മാറി ഞങ്ങളങ്ങനെ വരാനായിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ യാത്രയിൽ കൂടുന്നുണ്ട്, എന്തായാലും യാത്രയിൽ വരുന്നുണ്ട് പറയണേ. സ്വാഗതം. അപ്പോൾ നല്ല സപ്പോർട്ടാണ്, 2-3 പേരും നമുക്ക് നല്ല സപ്പോർട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്. ഞങ്ങൾ മുന്നുള്ള ഒരുപാട് വീഡിയോസിലും അല്ലെങ്കിൽ ഒരുപാട് മുന്നുള്ള യൂട്യൂബർമാർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിലമ്പൂർ വ്ളോഗ്സ്, അതുപോലെ തന്നെ മില്ലുകാരനൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കോയമ്പത്തൂര് വന്ന സമയത്ത് ഈ റോബിൻ ഗിരീഷേട്ടൻ്റെ വണ്ടി കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാതെ പറ്റില്ല. എന്തായാലും മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് പുറപ്പെടേണ്ട നേരമായിട്ടുണ്ട് കേട്ടോ. 5 മണിയാണ് സമയം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയിലേക്ക് കയറാം. ഇത് നമ്മുടെ വീരബോഡിയാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈലൻ്റാണ് വണ്ടി, പിന്നെ നമ്മൾ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈലൻ്റെ വണ്ടിയാണ്, വീരബോഡി. കാണാൻ നല്ല അഴകായിരിക്കുന്നുണ്ട് വണ്ടിയൊക്കെ. ഇവിടെ ടീമാണ് വന്നിട്ടുള്ളത്. സിൽവറിൻ്റെ ഇടയിൽ, ബ്ലാക്കിൻ്റെ ഇടയിൽ ഡീസൽ അടിക്കാനായിട്ട് ഇപ്പോൾ പമ്പിൽ കയറ്റിയതായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടി പുറപ്പെടുന്ന നേരമായി. ചാർട്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറാണ് കേട്ടോ. പത്തനംതിട്ടയ്ക്കാണോ? പാസഞ്ചേഴ്സ് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരും അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അവരുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും നന്നായി വരട്ടെ. അപ്പോൾ നമുക്ക് കണ്ടുള്ളിൽ കയറാം. ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ. +2 ലേഔട്ടിൽ വന്ന സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് കയറിയിട്ടുണ്ട്. എന്താ പേരെന്താ? ചിറ്റോ. ചേട്ടൻ്റെ? സന്തോഷ്. ചേട്ടൻ്റെ എന്താ? ശ്യാമ. എവിടെ? സജിൻ. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ നമ്മുടെ ചാനലിൽ വണ്ടി മച്ചാൻ എന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വണ്ടി മച്ചാൻ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിയിൽ. ഇവിടെ ഒരു ചേട്ടൻ. എല്ലാവരും നമ്മളിങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. വണ്ടിയൊക്കെ നല്ലൊരു സെറ്റാണ്. ഇവിടുന്ന് എടുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് കൂട്ടുണ്ടാക്കി വിചാരിച്ചിട്ട് അധികം മിഷീൻ ഞാൻ എടുക്കണില്ല. എന്തായാലും വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടു കിട്ടും. ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. കാരണം ബുക്കിംഗ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം.
പോലെ തോന്നും. നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. ഇതാണ് ഉക്കടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഉക്കടം കോയമ്പത്തൂർ കഴിഞ്ഞ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉക്കടം. അപ്പോൾ ആ കാണുന്നതാണ് ഉക്കടം ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കയറണമെന്ന് അറിയില്ല. ഈ വഴി അങ്ങോട്ട് പോയി പൊള്ളാച്ചിരിക്ക് എത്താം. പാലക്കാട് പോകാം. സ്റ്റാൻഡ് കയറുന്നില്ല. നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് വണ്ടി കളിച്ചത് നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു നദിയല്ല, എന്താ പറയുക, ഒരു കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2 ടിക്കറ്റ് ഇവിടുന്ന് കയറാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ രാവിലെ പുലർച്ചെ 5 മണിക്ക് വണ്ടി നമ്മളവിടെ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് പിന്നെ കോയമ്പത്തൂർ എത്തി. അവിടെ പിന്നെ റെസ്റ്റ് എടുത്ത് പിന്നെ വൈകുന്നേരത്ത് 5 മണിക്കാണ് പിന്നെ വണ്ടി കോയമ്പത്തൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ടൈമൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി യാത്ര സമ്മാനിക്കുന്നൊരു വണ്ടിയാണ്. തീരെ പിടിച്ച് റയലിൻ്റെ 2+2 ലേഔട്ടുള്ള ഈ വണ്ടി. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശാലാക്കി ഇരുന്ന് അടിപൊളിയായിട്ട് പോകാം. റേറ്റ് വരും, അതാണ് പ്രശ്നം. എന്നാലും നമുക്ക് എടുക്കാം. നമുക്ക് അതൊന്നും സീനല്ല. നമ്മളിപ്പോൾ എൻ്റെ ക്യാബിനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നേരത്തെ പരിചയപ്പെട്ട ചേട്ടനുണ്ട്, ഡ്രൈവർ ചേട്ടനാണ്. ഇത് ആരാ ഈ ഫോട്ടോ എടുക്കേണ്ടത്? എത്ര വലിയച്ഛൻ ഭംഗിയിട്ട് കാണാം. അരുവിത്ര പള്ളി ഉണ്ടല്ലോ അവിടുത്തെ ഫോട്ടോന്ന് വെച്ചാൽ അരുവിത്ര എന്ന് പറഞ്ഞ ഈരാറ്റുപേട്ട. എന്തായാലും ഗിരീഷ് ചേട്ടൻ കുറെ പൊരുതിയാണെങ്കിലും വണ്ടി നന്നായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെ ഉണ്ടാവുക. വേണ്ട ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പാട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പറേറ്റ് ഉറപ്പാണ്. ആൾക്കാരുടെ സപ്പോർട്ട് കേരളം കിടക്കണം. അതെ അതെ, ഫുൾ സപ്പോർട്ടാണ്. വണ്ടിക്കാരുടെ പരിപാടികളൊക്കെയാണ് ഫുൾ സപ്പോർട്ടാണല്ലേ. അപ്പോൾ അത് ശരിയാട്ടോ. നമ്മൾ ഇവിടെ കേരളത്തിലേക്ക് കടന്നാലാണ് അങ്ങനെ വണ്ടികളൊക്കെ ലേറ്റിട്ട് കാണിക്കുന്നത്. അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സപ്പോർട്ടാണ്. വണ്ടികളെ ലേറ്റിട്ട് കാണിച്ചു തരലും കൈകൊണ്ട് കാണിക്കലൊക്കെ അതൊക്കെ വേണ്ട. അതല്ലേ മുന്നിൽ പോണ വണ്ടിയും കൈകൊണ്ട് കാണിക്കുകയാണ്. കേരളക്കാരാണ്. അപ്പം അങ്ങനെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത് വലിയൊരു സംഭവമാണ്. എന്തെങ്കിലും ഗിരീഷേട്ടനെ സമ്മതിക്കണം. കുറേ കാലം ആളെ നിർത്തിയില്ലല്ലോ. ആളെ പൊരുത്തി എന്തെങ്കിലും വിജയിച്ചു. നന്നായി വരട്ടെ. എന്തായാലും അദ്ദേഹത്തിന് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. കാരണം അദ്ദേഹം നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫുൾ സപ്പോർട്ട് തന്നൊരു വ്യക്തിയാണ്. ശരിക്കും ഏറ്റവും ആദ്യം ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. പിന്നീട് നമ്മളൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും ദൈവം സഹായിച്ചപ്പോൾ ചെയ്യാൻ പറ്റി.
ആക്സിഡന്റ് ആണ്. അങ്ങനെ നമ്മള് വാളയാറ് എത്തി. വാളയാറ് മുന്നേ കാലങ്ങളിലൊക്കെ ഈ വാളയാറ് പാതോടെ വരുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ ഉണ്ടാവും സൈഡിലിങ്ങനെ. ഒരു ചെക്കിങ് ഉണ്ടായി, അത്രേ ഉണ്ടായുള്ളൂ. വേറെ ഒന്നും പ്രശ്നമില്ല, ചെറിയ ചെക്കിങ് ആണ്. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല, അതെടുത്തിട്ട് നോട്ടിഫിക്കണ്ട വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വലിയ ചെക്കിങ് ഇല്ല, നോക്കണമല്ലോ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണമല്ലോ. കണ്ട് വളയാർ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ, ഈ ഭാഗത്ത് വരുമ്പോൾ ഒരുപാട് വണ്ടികളങ്ങനെ തിരക്കായിട്ട് ഇങ്ങനെ കിടക്കും. GST വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അല്ലെങ്കിൽ വാളയാറൊക്കെ 2 ദിവസം വന്ന് കിടക്കും ഗുഡ്സ് ലോറികളൊക്കെ. കഞ്ചിക്കോടായിട്ടുള്ള അപ്പോൾ നമ്മൾ പാലക്കാട് വരെ പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നത്. സൗണ്ട് വളരെ
കുഴപ്പമായിരിക്കും, വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ വണ്ടിയിൽ പാട്ട് വെച്ചിരിക്കുകയാണ്, കോപ്പിറൈറ്റ് വേറൊരു ഇഷ്യൂ. എന്തായാലും നമ്മുടെ ഗിരീഷ് ഏട്ടൻ്റെ വണ്ടിയിൽ യാത്രയും കഴിഞ്ഞൊരു സന്തോഷം ഒരുപാട്. കഞ്ചിക്കോട് ഏരിയയിൽ ഒരുപാട് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഫാക്ടറി ഏരിയ. പാലം ഒരു സൈഡിൽ പാലം പണി നടക്കുന്നുണ്ട്, ഭയങ്കര സീനാണ്. കുറേ പൊളിച്ചിട്ടുണ്ട്. രാത്രി കാലങ്ങളിലൊക്കെ ഭയങ്കര സീനാണ് അവിടെ. ഇത് നരക്കമ്പള്ളി പുഴ എന്ന് പറയാം. നരക്കമ്പള്ളി പുഴ പാലക്കാട് ഒരു ഭംഗി, പ്രത്യേക ഭംഗിയല്ലേ, അതൊരു ഫീലല്ലേ. അതുകൊണ്ടല്ല എത്രയും സിനിമാക്കാർ ഇവിടെ ഷൂട്ട് ചെയ്യണേ. നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയാലേ ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ പൊള്ളാച്ചിയിലേക്കൊക്കെ പോവാം. കൊഴിഞ്ഞാമ്പാറ, പൊള്ളാച്ചി, പളനി പോണവർക്ക് പോവാം. ഇനി വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ സൗണ്ട് വന്നിട്ടുണ്ടോ സൗണ്ട് വന്നിട്ടില്ല എന്നൊക്കെ. പുതുശ്ശേരി വെടി അമ്പലമാണ്, പമ്പാവൂരി ക്ഷേത്രം. അവിടെ പുതുശ്ശേരി വെടി എന്ന് പറയും. ഭയങ്കര വെടിക്കിട്ടും, ഭയങ്കര ഉത്സവമൊക്കെയാണ് അവിടെ. പാലക്കാടിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പൂരം. ഇവിടെയൊക്കെ പാലക്കാട് പൂരം, വേല, കുമ്മാട്ടി, വെടി അതൊക്കെയാണ് ഇവിടെ പ്രാധാന്യം. കരിവേല, ആണ്ടിവേല അതൊക്കെ ഇവിടെ ഭയങ്കര പ്രാധാന്യം. പാലക്കാട് എവിടെ വെച്ചാലും നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യാത്തൊരു സ്ഥലം ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും ഫ്രെയിമാണ്. മറ്റേ പോലീസ് സ്റ്റേഷൻ പെട്രോൾ പമ്പിലൊക്കെ ഇപ്പോൾ കൂടിയും കൊടുക്കുന്നുണ്ടോ, നല്ലൊരു കാര്യം. വാളയാർ പാലക്കാട് ഓടുന്ന ലോക്കൽ വണ്ടിയാണ്. പുതുശ്ശേരി, കഞ്ചിക്കോട്, പാലക്കാട്, വാളയാർ. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്യുക. ഈ വീഡിയോസ് ഇനി നമ്മളിടും. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം. എന്തായാലും ഗിരീഷ് ചേട്ടൻ്റെ റോബിൻ മെസ്സിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. അപ്പോൾ റോബിൻ മെസ്സിൻ്റെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പൊള്ളാച്ചി പോണത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ പൊള്ളാച്ചി, പളനി, കൊഴിഞ്ഞാമ്പാറ ഒക്കെ പോകാൻ പറ്റും. ഇത് കൂട്ടുപാത എന്നാണ് പറയുക സ്ഥലത്തിന്. അടുത്ത ഷോപ്പ് ചന്ദ്രനഗറാണ്.
പാലക്കാട് മെയിൻ ബൈപ്പാസ് റോഡിലൂടെ പോണ വണ്ടികളെല്ലാം ചന്ദ്രനഗറാണ് വണ്ടി നിർത്തുക. ഞാൻ മറ്റേ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് പറഞ്ഞിട്ട് കുറേ ആയി. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോയിട്ട് വരാം കേട്ടോ. നമ്മുടെ വണ്ടി പോയി